ഗൈസ്, വെൽക്കം ബാക്ക് അവർ പുണ്യ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നേരത്തെ എണീച്ചിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് നമ്മളെ കൺമണിക്കുട്ടിയുടെ എഴുത്തിലിരുത്തിക്കലില്ലേ, മീൻസ് ഹരിശ്രീ, അതാണ്. അപ്പം നമ്മളിവിടെ അടിമ അമ്പലത്തിലാണ് എഴുതിക്കുന്നത്. ഇസാബേബിനെയും ഫസ്റ്റ് എഴുതിക്കണം എന്ന് വിചാരിച്ചിനി. പിന്നെ ഞാൻ കളിച്ചതും വളർന്നതും ഒക്കെ കണ്ണൂരാണ് കേട്ടോ. അപ്പം എൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ ആടുന്ന് എൻ്റെ അച്ഛമ്മേലെ വിളിച്ച് പറഞ്ഞു ഇപ്പോഴേ എഴുതിക്കണ്ട, അത് ചെറുതല്ലേ, അതുകൊണ്ട് ഞാൻ മൂത്തവർ പറയുന്നത് കേൾക്കണമെന്നല്ല. അപ്പം ഞാൻ വിചാരിച്ചു അമ്മമ്മയും അച്ഛമ്മയും വിളിച്ച് പറഞ്ഞിനി, പിന്നെ എൻ്റെ അമ്മ വിളിച്ച് പറഞ്ഞിനി. അപ്പോൾ ഞാൻ വിചാരിച്ച് മാറ്റാം, അടുത്ത കൊല്ലം നോക്കാം. അടുത്ത കൊല്ലം ആകുമ്പോൾ അവൾക്ക് ഇതിപ്പോൾ 2 വയസ്സാവാനായില്ല. അടുത്ത കൊല്ലം ഈ ടൈം ആകുമ്പോൾ അവൾക്ക് 3 വയസ്സാവാനാവും. അപ്പോൾ ആ സമയത്താക്കാണ് വിചാരിച്ചു. ഗീതാ ബീബിനെ നമ്മൾ ഇരിക്കുന്നില്ല കേട്ടോ. പിന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛമ്മയാണ്, പക്ഷേ ഞാൻ അമ്മമ്മ എന്നാണ് ചെറുതിലേ വിളിച്ച് ശീലിച്ചത്. എന്നുവെച്ചാൽ എൻ്റെ അച്ഛനൊക്കെ ഒരു ഏച്ചിയും ഒരു അനിയത്തിയും കൂടിയുണ്ട്. അപ്പോൾ അവരെ മക്കളും അമ്മമ്മ എന്നാണ് വിളിക്കല്. അത് അമ്മേൻ്റെ അമ്മയല്ലേ. അപ്പോൾ അവരമ്മമ്മ എന്ന് വിളിക്കുന്നത് കണ്ടിട്ടാന്ന് തോന്നുന്നു ഞാനും വിളിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അച്ഛമ്മ എന്ന് പറഞ്ഞിരുന്നത്, മീൻസ് അച്ഛൻ്റെ അമ്മ. ഓക്കെ, അല്ലാണ്ട് ഞാൻ അമ്മമ്മ തന്നെയാണ് വിളിക്കൽ. കൺമണിക്ക് 3 വയസ്സ് ഈ നവംബറിലാണ് ഞാനത് അവളെ എഴുത്തിലിരുത്തിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ബാക്കി വിശേഷമെല്ലാം നമുക്ക് അവിടെ നിന്ന് കാണാം. ഇനി നമ്മൾ റെഡി ആയിട്ടൊന്നുമില്ല, കുളിച്ചിട്ടില്ല. ചായലും കുടിച്ചാലാരും. ഇനി ഇജാബേബി ഇപ്പോഴും എണീച്ചിട്ടില്ല. കൺമണി എണീച്ച് ചായലും കുടിച്ച് നമ്മളും ചായ കുടിച്ച് ഇനി പിള്ളേരെല്ലാം ഒന്ന് സെറ്റാക്കണം. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷം, അവിടുത്തെ വിശേഷം പിന്നെ കാണാം. ബൈ. അങ്ങനെ നമ്മൾ പ്രമോട്ടൻ്റെ ഓട്ടോയിലാണ് പോകുന്നത്. ചള്ളോട്ടനാണ് വണ്ടി ഓടിക്കുന്നത്. എവിടെ പരിപാടി ഉണ്ട് അവിടെ നമ്മൾ ലേറ്റായിട്ട് എത്തൂട്ടാ. അതിപ്പോൾ നമ്മളെ വീക്ക്നെസ് പോലെ ആയി. അപ്പോൾ പോകുന്ന പോക്കിനെ നമ്മളൊന്ന് ഹോട്ടലിൽ നിർത്തിയേ. അതെന്തോ പാർസൽ കൊടുക്കാനുണ്ടായിനി, അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു ദിവസം പോലെ കലമ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഇന്നും നമുക്ക് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ പോകുമ്പോൾ നമ്മൾ ലേറ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിനിങ്ങനെ അച്ഛനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നലെ മാറ്റിയിട്ട് അങ്ങനെ പോയി കടന്നുറങ്ങിയാൽ പോരെ എന്നെല്ലാം പറഞ്ഞിട്ട് എന്തോ പറഞ്ഞിട്ട് കളമ്പുന്നതാണ് നമ്മൾ അമ്പലത്തിലെത്തിയ കറക്റ്റ് ടൈമിനാണ് നമ്മൾ അമ്പലത്തിലെത്തിയത്. ഒരാൾ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ടോക്കനാണ് നമ്മളത്. അങ്ങനെ നമ്മൾ വേഗം കൺമണീൻ്റെ ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കിയ മുണ്ടെടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്കിങ്ങനെ പൂരം ഫീൽ ചെയ്തേ. പിള്ളേരെ കാണുമ്പോൾ എൻ്റെ കോസ്റ്റ്യൂം നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടിട്ടില്ല അല്ലേ? ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം വരുന്നത്. ഞാൻ ഫസ്റ്റ് സാരി ഉടുക്കണം എന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ ഇപ്പോൾ 2-3 പ്രാവശ്യം അടുപ്പിച്ച് ഞാൻ സാരി ഉടുത്തോണ്ട് ഞാൻ വിചാരിച്ച് ഇന്ന് കുറച്ച് വേറെ. എൻ്റെ ഈ പാവട ഞാൻ കഴിഞ്ഞ വിഷുവിനല്ല അതിൻ്റെ അപ്പുറത്തെ വിഷുവിന് അടിച്ച പാവടയാണ്. ആകെ 2 തവണ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇത് ഇപ്പോഴാണ്. അങ്ങനെ അടുത്ത കൺമണീൻ്റെ പേര് വിളിച്ചപാട് നമ്മളെല്ലാവരും വേഗം അങ്ങോട്ട് പോയിട്ട് നിന്ന്. കൺമണിക്ക് ഇങ്ങനെ ചുറ്റും ആളെല്ലായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഭയങ്കര നാണം വരുന്നത്. നമ്മൾ അടിമ അമ്പലത്തിൽ നിന്ന് നേരെ വീട്ടിലെത്തി. ഇനി പോകുന്നിടന്ന് വെച്ചാൽ അമ്മേൻ്റെ തറവാട്ടിലാണ്, പൊയ്യക്കര. അപ്പോൾ ആ തറവാട്ടിലേക്ക് പോവാണ് ഗൈസ്. നമ്മൾ ഡ്രസ്സൊന്നും ചേഞ്ച് ആക്കുന്നില്ല. വിജയെല്ലാം ഡ്രസ്സ് ചേഞ്ച് ചെയ്തിനി കാണിച്ചരാ. വിജി നോക്കട്ടെ, നിന്റെ ഡ്രസ്സ് കാണിക്കട്ടെ. ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. കൺമണിയും ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നമ്മളാരും ഡ്രസ്സും ചേഞ്ച് ചെയ്തിട്ടില്ല. ശാലിച്ച് സാരി ഒറ്റയിലിട്ടു. ഇല്ല നമുക്ക് വണ്ടിയില്ല, നമ്മളിങ്ങനെ നടക്കും. അല്ലാണ്ട് വണ്ടി കിട്ടാൻ വഴിയുണ്ടാ? ഏടുന്ന് ഓട്ടോ കിട്ടുന്നു. അപ്പോൾ നമ്മൾ ഓട്ടോ കയറിക്കും. അതുവരെ ഇങ്ങനെ നടക്കും. അങ്ങനെ ചള്ളട്ട് നമുക്കൊരു ഓട്ടോ സെറ്റാക്കി തന്നെ. പിന്നെ ഇതിലൊരു എക്സ്ട്രാ ആളും കൂടി ഉണ്ട് കേട്ടാ. ആരുമല്ല, അമ്മയാണ്. അമ്മ രാവിലെ അമ്പലത്തിൽ വരുമ്പോൾ വന്നിട്ടില്ല കേട്ടോ. പക്ഷെ തറവാട്ടിൽ വരുമ്പോൾ വരുന്നുണ്ട്. അമ്മേൻ്റെ തറവാടല്ലേ, അപ്പം അമ്മയും കൂടി വരണ്ടേ. അവിടെ വിളക്ക് പൂജ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വിളക്ക് പൂജക്കെല്ലാം ഇരുന്നേ. പിന്നെ ഇവിടെ 10ാം ക്ലാസ് പാസ്സായവർക്കും +2 പാസ്സായവർക്കെല്ലാം പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളെല്ലാം കൈയടിച്ച് പാസ്സാക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് ഇരുന്നേ. അത് കഴിഞ്ഞിട്ട് വേഗം നമ്മൾ ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാ. കുട്ടികളുള്ളതുകൊണ്ട് നമുക്ക് വേറെ തന്നെ ക്യൂ ഉണ്ടായിനി. അങ്ങനെ നമുക്ക് വേഗം ചോറെല്ലാം കിട്ടിയേ. ചോറ് തിന്നുന്നതിനിടയിൽ 2 ആളും അത് അവിടെ പോയിട്ട് കളിക്കുന്നതാണ്. ചോറ് തിന്നിന് കേട്ടോ. അവർ അത്യാവശ്യം തിന്നിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. അങ്ങനെ ചോറെല്ലാം തിന്നിട്ട് കുറച്ച് കാറ്റും കൊണ്ടെല്ലാം ഇരുന്നിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയത്. എന്നിട്ട് പിന്നെ നമ്മൾ വിചാരിച്ച് നേരെ അടിമയിലേക്ക് തന്നെ വിട്ടാലോ. അവിടുത്തെ ഒരു പ്രസാദം ഉണ്ടാവും, അതിൽ നമുക്ക് ചിക്കനും കിട്ടൂട്ടാ. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേഗം പിന്നെ അടിമയിലേക്ക് തന്നെ പോയത്. അങ്ങനെ നമ്മൾ ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കിയ സിമ്പിൾ ടോപ്പ് ഇട്ടിട്ടാണ് പോയത്. നമ്മൾ പോകുമ്പോൾ കുറച്ച് ലേറ്റ് ആയിന്, അപ്പോൾ കിട്ടൂല എന്നുള്ള പ്രതീക്ഷയിലാണ്
വിചാരിച്ചിട്ടാണ് നമ്മൾ പോയത്. പിന്നെ അഥവാ കിട്ടിയാലോ എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് പോയി. അപ്പോഴത്തേക്ക് നമുക്ക് ടോക്കൺ കിട്ടി. അങ്ങനെ നമ്മൾ പ്രസാദമെല്ലാം വാങ്ങി. ഇത് നമ്മൾ ക്യൂ നിൽക്കുന്ന സമയത്ത് ഇസാ ബേബിന്റെ ഡാൻസ് ആണ്. ഏടെ പാട്ട് കേട്ടാലും എന്ത് പാട്ട് കേട്ടാലും അവളാടുന്ന് തുള്ളിക്കോളും. പ്രസാദം വാങ്ങാൻ വേണ്ടിട്ട് ഒരു വലിയ ക്യൂ തന്നെ ഉണ്ടായിന് കേട്ടോ. ആ ചിക്കൻ ഇട്ട പ്രസാദില്ലേ, അത് വേറെ തന്നെ ടേസ്റ്റ് ആണ് കേട്ടോ. നല്ല കുരുമുളകിലിട്ടിട്ട് അങ്ങനെ അതിലും നമ്മൾ ചിക്കൻ മാത്രം എടുത്ത് തിന്നിട്ട് ബാക്കി പ്രസാദ് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഇവരെ രണ്ടാളെ ചള്ളേട്ടനും എന്നെ ഏട്ടനും ആണ് കൊണ്ടാക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.